ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, മലയാള മനോരമയുടെ ഈ തലക്കെട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അങ്ങേയറ്റം അപകടം നിറഞ്ഞതും അദ്ദേഹത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതുമാണോ, ആ ആംഗിളിലുള്ളതാണോ? MDMA സംഘം പോലീസ് പരിശോധന മറികടന്നത് രാഷ്ട്രീയ ബന്ധം പറഞ്ഞ് എന്നാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഘാതം, അതിൻ്റെ പ്രശ്നം നേരിടുന്നതാരാണ്? ഇതേ ഉള്ളൂ എൻ്റെ ചോദ്യം. അല്ല, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ശ്രീകുമാർ സാറ് പറഞ്ഞ ലീവെടുക്കലല്ലാതെ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന കാര്യമാണ്. ഒരു കേസ് പിടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അയാളെ മർദ്ദിക്കുകയോ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുകയോ ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ ലീവ് എടുപ്പിക്കുക എന്നുള്ളത് സാധാരണ സിനിമയിലൊക്കെ കാണുന്ന ചില കാര്യങ്ങളാണ്. ഇവിടെ പുട്ടവിമലാദിത്യ IPS-നെ ഈ കേസിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി 1.5 മാസം കഴിഞ്ഞ് അദ്ദേഹം വന്ന് ചാർജ് എടുക്കുമ്പോൾ ഈ കേസിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ തന്നെ പ്രതികളും സാക്ഷികളും ഒന്ന്, ഗവൺമെന്റ് ഒന്ന്, എടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ അവരെ ഫേവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഈ കേസിന് എന്തുമായിരിക്കും ഭാവി ഉണ്ടാവുക? ഒരു ഭാവിയും ഈ കേസിന് ഉണ്ടാവില്ല. പകരം ചാർജ് എടുത്തവർ ഇത് കൈകാര്യം ചെയ്ത് പരിചയമുള്ളവരാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് മലയാള മനോരമ എഴുതിയത് 3 ജില്ലകളിൽ ഇവർ പോലീസിനോട് ആ കേസിൽ നിന്ന്, അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട വേറൊരു അപകടമുണ്ട്, അത് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള 3 ജില്ലാതല പോലീസുകാർ അല്ലെങ്കിൽ ജില്ലകളിൽ ഈ കേസിൽ നിന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ ഒഴിവാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ അറിഞ്ഞ കാര്യം. ഇത് ഇവരുടെ 3 പേരുടെയും കേസ് കാസർഗോഡ് വെച്ച് എടുത്തതിന്റെ പേരിൽ മാത്രം അറിഞ്ഞ കാര്യം. അപ്പൊ ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് എന്നെ ഭരിക്കുന്ന ഒരു ചിന്ത അതാണ്. ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് എത്രയോ കേസുകൾ എടുക്കാതെ പോകുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ പോരെ, യൂത്ത് കോൺഗ്രസിന്റെ ഇന്നാരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇന്ന ആളുകളാണ് എന്ന് പോലീസുകാരോട് പറഞ്ഞാൽ ഒഴിവാക്കി കൊടുക്കുകയല്ലേ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ മനോരമ കൊണ്ടുവന്ന വാർത്ത. എന്റെ ചോദ്യം ശ്രീ ഗോപൻ, ഈ വിവരങ്ങൾ ഇപ്പോൾ മലയാളിക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അവരുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് ഈ മയക്കുമരുന്ന് പ്രതികൾ ജില്ലകളിൽ നിന്ന് രക്ഷപ്പെട്ടു, പോലീസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നുകൾ വിതരണം ചെയ്ത ശേഷം കാസർഗോട്ടേക്ക് പോയി. അവിടെ പിടിച്ചത് പോലീസിന്റെ മികവാണ് എന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു ആനുകൂല്യം പറ്റാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ? അങ്ങനെ ഒരു ഗുരുതരമായ വിവരം സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അന്വേഷണ പരിധി എങ്ങനെയാവണം, എങ്ങനെ അന്വേഷിക്കണം, എന്തന്വേഷിക്കണം? അതല്ല പ്രശ്നം. അത് 3 ജില്ലകളിൽ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെട്ടു. അതെ, 4ാമത്തെ ജില്ലയിൽ പിടിച്ചതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ 3 ജില്ലകളിലെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ഈ 3 ജില്ലകളിലെ ഉത്തരവാദിത്വം അന്നേരം മുഖ്യമന്ത്രി ഏറ്റെടുക്കണ്ടേ? അപ്പൊ മുഖ്യമന്ത്രിയുടെ മേൽ വീഴുന്ന, മുഖ്യമന്ത്രിയുടെ ആളാണെന്ന് പറഞ്ഞ് ഇത്തരം ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുകയല്ലേ? അപ്പൊ കാസർഗോഡ് ജില്ലയുടെ നേട്ടം മുഖ്യമന്ത്രിക്കും മറ്റ് 3 ജില്ലകളിൽ ഒഴിവാക്കി കൊടുക്കലിന്റെ കോട്ടം ആരുടെ പുറത്തും വരും? അതാണ് വക്കീൽ വാദിച്ച് സ്വയം കേസ് തോക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത്. ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു ആംഗിൾ കൂടിയാണ് ഞാൻ അതിനെ കണ്ടത്. അപ്പൊ എത്രയോ ജില്ലകളിൽ ഇങ്ങനെ പറഞ്ഞ് ആളുകൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരത്തെ, ശ്രീകുമാർ സാറെ, അരി വെന്തോന്ന് നോക്കാൻ മുഴുവൻ ചോറും എടുത്തിട്ട് ഞെക്കി നോക്കേണ്ട കാര്യമില്ല, 3ഓ 4ഓ ചോറ് ഞെക്കിയാൽ മതി എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ ഈ തൂഫാന്റെ കാര്യത്തിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ രക്ഷിക്കാനാണോ ഈ തൂഫാൻ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇനി കഴുത്തിന് ഉളുക്ക് വന്നു എന്ന് പാർട്ടി സെക്രട്ടറി കേൾക്കുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മന്ത്രിക്ക് അന്നേരം വല്ലാത്ത പാനിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനാ. ആ സമയത്ത് കഴുത്തിന് പരിക്ക് വന്നതിനെ കുറിച്ച് ഒരു മന്ത്രി, ഒരു പാർട്ടി സെക്രട്ടറി പ്രതികരിക്കുന്നതും തുടർച്ചയായി പ്ലാൻ ചെയ്ത് നുണ പറയുന്നതും, ഇന്നലെ പറഞ്ഞ കാര്യം മാധ്യമങ്ങളുടെ മുമ്പിലുണ്ട്, വീഡിയോയിലുണ്ട്, വിഷ്വലായിട്ടുണ്ട്, പത്രങ്ങളിലുണ്ട്. അതേ സാധനം അടുത്ത ദിവസം വേറെടുത്ത് പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ ആ തൊലിക്കെട്ടി ഗീബൽസിന് പോലും കിട്ടിയിട്ടില്ല. ഇത്രയും പച്ചയായി ഈ വിഷ്വൽസിന്റെ കാലത്ത് ഓരോന്നും പച്ചയായി നുണ പറഞ്ഞു പോകുമ്പോ അതിനെ ഇപ്പൊ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെ നുണയനായിട്ട് നിങ്ങൾ ചിത്രീകരിക്കുക. ആര്? CPM-കാര്. വെറും ഒരു മൊട്ടാവായ എന്നെ കള്ളനെന്ന് വിളിക്കാവോ എന്ന് അടൂർ ബാസിയുടെ ഒരു പാട്ടുണ്ട്. ആ വെറും ഒരു കള്ളനായിട്ടുള്ള, വെറും ഒരു മോഷ്ടാവായിട്ടുള്ള എന്നെ കള്ളനെന്ന് വിളിക്കാവോ എന്ന് പറയുന്ന പോലെ ശ്രീകുമാർ സാർ എത്ര തന്മയത്വത്തോടു കൂടിയാണ് ഈ നുണ പറയുന്ന ആളിനെ കൊണ്ടുവന്ന് വീണ ജോർജിന്റെ പരിക്കുമായിട്ട് കണക്ട് ചെയ്താൽ
കേരളത്തിലുള്ള ആളുകൾ ഇതെല്ലാം വിശ്വസിക്കുമെന്നാണ് അങ്ങര് ധരിച്ചു വെച്ചിരിക്കുന്നത്. നേരത്തെ യുവാക്കളെല്ലാം അദ്ദേഹത്തിന്റെ കൂടെയാണെന്ന് പറഞ്ഞു. ശരിയാണ്, 5 കോടി രൂപയാണ് കേരളത്തിലെ ചെറുപ്പക്കാർ വാഹന മോഡിഫിക്കേഷൻ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് നടത്തിയിട്ട് 5 കോടി രൂപയാണ് കേരള സർക്കാരിലേക്ക് അടച്ചിരിക്കുന്നത്. അവിടെയും ഒരു പൂക്കിച്ചിരിച്ചു. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് മൂക്കുപൊടി വലിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളതൊന്നും കാണുന്നില്ല. ഞങ്ങളെക്കാളൊക്കെ വളരെ സീരിയസ് ആയ ആളുകൾ മൂക്കുപൊടി വലിക്കുമായിരുന്നു. ഇപ്പൊ അത് കാണുന്നില്ല. ഇന്ന് ഒരു പാവപ്പെട്ട സ്ത്രീ എന്നോട് പറഞ്ഞത്, അവരുടെ മകനുമായി ബന്ധപ്പെട്ടൊരു പരാതി പറഞ്ഞത് അവരെന്നെടുക്ക് ഉപയോഗിച്ച വാക്ക് വളരെ സീരിയസ് ആയിട്ട് അവർ പറയുക, സാറേ അവൻ പൂക്കിപ്പൊടി ഉപയോഗിക്കുമെന്ന് പറയുന്നു എന്ന് ചെറുപ്പക്കാരൊക്കെ പറയുന്നു. അത് എന്തുവാ സാറേ എന്ന് അവർ എൻ്റെ അടുക്ക് ചോദിക്കുകയാണ്. MDMA എന്ന് പറഞ്ഞ് ഇനി ആരും കഷ്ടപ്പെടണ്ട, കേരളത്തിൽ പൂക്കിപ്പൊടി എന്ന് മാത്രം പറഞ്ഞാൽ അറിയുന്നിടത്തേക്ക് സതീശൻ ഈ പ്രശ്നത്തെ കൊണ്ട് എത്തിച്ചു എന്നുള്ളത് ശ്രീകുമാർ സാർ മനസ്സിലാക്കണം. MDMA എന്നൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട, അതിനെ പൂക്കിപ്പൊടി എന്ന പേരിലായിരിക്കും ഇവൻ ഇനി അറിയപ്പെടുക എന്ന് പറയും പോലെ ഉണ്ടത്. അങ്ങനൊരു സവിശേഷമായൊരു പുതിയ പേരുകൂടി കേരളത്തിൽ MDMAക്ക് കിട്ടി എന്നതാണ് ഒരു പുതിയ വിവരം ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള. സമൂഹ മാധ്യമങ്ങൾ അത് ആ രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കത് ഓർത്തു. ഏതായാലും ശ്രീ ഗോപൻ അത് വളരെ വളരെ സട്ടിലായി വളരെ സമർത്ഥമായി തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്തു.